ഇത് മനസ്സിലാക്കൂ, കീഴെ നിന്നല്ല ജയജീവിതം, ഉയരത്തിൽ നിന്നാണ് ജയജീവിതം. ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ടേ, ദൈവത്തിൻ സന്നിധിയിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ലോകത്തിൽ പലയിടത്തും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ സന്നിധി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കാനുള്ള സമയം വന്നിരിക്കുക. കേൾവിയുണ്ടേ, ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കുക. ലോകത്തിൽ പലയിടത്തുടനാണേ ജയജീവിതം ആഗ്രഹിക്കും പൈതലെ, നീത് മനസ്സിലാക്കൂ, കീഴെ നിന്നല്ല ജയജീവിതം, ഉയരത്തിൽ നിന്നാണ് ജയജീവിതം. എല്ലാ നല്ലതാം ദാനങ്ങളും തികഞ്ഞ വരമെല്ലാം ഉയരത്തിന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കും ഞാനതല്ലോ. എല്ലാ നല്ലതാം ദാനങ്ങളും തികഞ്ഞ വരമെല്ലാം ഉയരത്തിന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കും ഞാനതല്ലോ. ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ടേ, ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ. അതിനാൽ ഞാനൊരു ചെകിടനാണേ, ലോകത്തിൽ പലയിടത്തും കുരുടനാണേ. ദൈവത്തിൻ സന്നിധിയിൽ കാഴ്ചയുണ്ടേ, ദൈവത്തിൻ സന്നിധിയിൽ കേൾവിയുണ്ടേ. അതിനാൽ ഞാനൊരു ചെകിടനാണേ, ലോകത്തിൽ പലയിടത്തും കുരുടനാണേ. ജയജീവിതം ആഗ്രഹിക്കും പൈതലെ, നീത് മനസ്സിലാക്കൂ, കീഴെ നിന്നല്ല ജയജീവിതം, ഉയരത്തിൽ നിന്നാണ് ജയജീവിതം. ഹല്ലേലൂയ. സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പ്രിയമുള്ള ദേശനിവാസികളെ, നിങ്ങളേവരെയും സ്വർഗീയ പിതാവിൻ്റെയും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുക. ഈ വൈകിയ സമയത്ത് പള്ളിക്ക് സമീപം കടന്നു വന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ചിന്തകളെ, അരുളപ്പാടുകളെ അറിയിച്ച് അല്പസമയം ദൈവത്തിൻ്റെ രാജ്യത്തെ കുറിച്ചിട്ടുള്ള സുവിശേഷത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി പറഞ്ഞുകൊണ്ട് അതിവേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെയും തൻ്റെ രാജ്യത്തെയും കുറിച്ച് ഈ ദേശത്തിലെ സകല ജനങ്ങളും തിരിച്ചറിഞ്ഞ് ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം അല്പകാലമാണ്, ചെറിയ സമയത്തിനകം മനുഷ്യൻ ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും. ഈ ഭൂമി വിട്ടുപോയാൽ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? അതിനെ തുടർന്നുള്ള വിഷയങ്ങൾ
ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയും തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിപ്പാനിടയായി തീരണം. അതിനുവേണ്ടിയ ഈ സുവിശേഷം ലോകത്തുടനീളം പ്രചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ലോക ജീവിതത്തിൽ മനുഷ്യർക്ക് ഏറ്റവും മുതൽക്കൂട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അറിയാതെ മരണപ്പെട്ടു പോയാൽ ആ വ്യക്തിത്വം ഒരു വലിയ ആശങ്കയിലായിത്തീരും. ഈ നല്ല വിശേഷം സുവിശേഷം അറിഞ്ഞ് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞാൽ അതാ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായി തീരാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സുവിശേഷം കൊണ്ട് എല്ലാ മനുഷ്യരും ഇത് അറിഞ്ഞുകൊണ്ട് നിത്യമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാ ഈ സുവിശേഷ സന്ദേശവുമായി ഓരോ തെരുവീതികളിലും ഞങ്ങൾ കടന്നുപോയി ഈ ദൈവിക സത്യം ജനത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമുക്കൊരുക്കുന്ന ഒരു ഭാവിയുണ്ട്. ഇന്ന് മനുഷ്യൻ ഒരുക്കുന്ന ഭാവി മനുഷ്യന്റെ മരണത്തോടുകൂടെ ഈ ഭൂമിയിൽ അവസാനിക്കുകയാണ്. മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും ഏതെല്ലാം നിലയിൽ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും അത് ആ വ്യക്തിയുടെ മരണത്തോടുകൂടെ അവസാനിക്കുക. അതിനപ്പുറത്തൊന്നും ആ വ്യക്തിത്വത്തിന് മറ്റൊന്നും സാധ്യമാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരിക്കുന്നതിന് മുന്നമേ തന്നെ എവിടേക്ക് കടന്നു പോകണമെന്നുള്ള ചിന്ത മനുഷ്യനെ ഭരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് നമ്മുടെ രക്ഷകന്റെ നാഥനുമായ കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്തിൽ കൂടെ അനേക സ്ഥലങ്ങളിൽ കൂടെ പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപദേശവും കർത്താവായ യേശു ക്രിസ്തു അറിയിച്ച ആ സുവിശേഷവുമാണ് നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ യേശുക്രിസ്തു പറയുക, കാലം തികഞ്ഞു. എന്തിനുള്ള കാലമാണ് തികഞ്ഞിരിക്കുന്നത്? അവിടെ വചനം പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്ന് യേശുക്രിസ്തു വിശേഷിപ്പിക്കുന്നത് എന്തെന്നാൽ തന്റെ പിതാവിന്റെ രാജ്യത്തെ കുറിച്ചാ. തന്റെ പിതാവിന്റെ രാജ്യമാ ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യം. ആ രാജ്യം നമ്മോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ആസന്നമായിരിക്കുക, സമീപമായിരിക്കുക. അതുകൊണ്ട് മനുഷ്യരോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു പറയുക, മാനസാന്തരപ്പെട്ടുകൊള്ളുക. എന്തെന്നാൽ മാനസാന്തരമില്ലാതെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണമെന്ന് കർത്താവായ യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുക ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ഈ സുവിശേഷത്തെ ബന്ധപ്പെട്ട് കേൾക്കുകയും പറയുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിരിക്കുക. ലോകത്തുടനീളം എല്ലായിടങ്ങളിലും സുവിശേഷം വ്യാപകമായി ഓടുകയാണ്. പക്ഷെ സുവിശേഷത്തിനൊരു സത്യമുണ്ട്, സുവിശേഷത്തിനൊരു ലക്ഷ്യമുണ്ട്.
സുവിശേഷത്തിന് ഒരു ആരംഭമുണ്ട്, സുവിശേഷത്തിന് ഒരു അവസാനമുണ്ട്. അങ്ങനെ ലക്ഷ്യമുള്ള ഒരു സുവിശേഷമാ ദൈവത്തിന്റെ സുവിശേഷം, ദൈവരാജ്യ സുവിശേഷം. മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു: രാജ്യത്വത്തിന്റെ സുവിശേഷം സർവ്വരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്ത് മുഴുവൻ പ്രസ്താവിക്കപ്പെടും. അതോടുകൂടെ ഈ യുഗം തീരും. ഒരു കാലഘട്ടം തീരുന്നത് ഒരു സുവിശേഷം കൊണ്ടാണ്, രാജ്യത്വ സുവിശേഷം കൊണ്ടാണ്. ഈ ഒരു കാലഘട്ടം അവസാനിക്കുക, മറ്റൊരു തലത്തിലേക്കുള്ള ഒരു കാലം തിരിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മാറ്റപ്പെടുകയും ഒന്ന് മുന്നോട്ട് ചലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ തലത്തിനും സുവിശേഷത്തിന് വലിയ പ്രാതിനിധ്യമുള്ളതാണ്. സുവിശേഷത്തെ കുറിച്ച് തിരിച്ചറിയുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: തന്റെ പിതാവിന്റെ രാജ്യം സമീപമായിരിക്കാൻ മാനസാന്തരപ്പെട്ടുകൊള്ളുക. അപ്പോൾ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഇത് തിരിച്ചറിഞ്ഞ് ഇതിന്റെ ആരംഭം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാനുള്ള ഒരു അധികാരം നൽകപ്പെട്ടിരിക്കുക. അങ്ങനെ മനുഷ്യ മക്കളായ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്ന പദവിയിലേക്ക് വരികയാണ്. അതോടുകൂടെ ഈ കാര്യം തീരുന്നില്ല. ആരംഭം ക്രിസ്തുവിൽ കൂടെ തുടങ്ങി. ഇനിയൊരു യാത്രയാ, ക്രിസ്തുവിൽ കൂടെ ഒരു യാത്രയാ, സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയെ കുറിച്ച് വിശുദ്ധ വചനത്തിൽ അനേക വാക്യങ്ങളുണ്ട്. അനേക കഷ്ടത്തിൽ കൂടെയാ ഈ യാത്ര. ഇത് നമ്മൾ അവകാശമാക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ബലാത്കാരം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സുവിശേഷത്തിന്റെ പരമ ലക്ഷ്യം എന്തെന്നാൽ, ഇത് ഒരു മനുഷ്യൻ തന്റെ അവകാശം എന്തു വില കൊടുത്തും അവൻ അത് കരസ്ഥമാക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുക: ഇത് ഒരു വയലിൽ ഒളിച്ചിരിക്കുന്ന ഒരു നിധിയോട് സദൃശ്യമാണ്. ഇത് മറഞ്ഞിരിക്കുക, ഇത് കണ്ടെത്തി. ഒരുവൻ ഇത് കണ്ടെത്തി അത് മറച്ചിട്ട് പിന്നീട് തനിക്കുള്ളതെല്ലാം വിറ്റ് ഇത് താൻ അവകാശമാക്കുകയാണ്. സുവിശേഷം ദൈവരാജ്യം അവകാശമാക്കുവാനുള്ള ഒരു മനുഷ്യന്റെ ഒരു വലിയ ഒരു കാഴ്ചപ്പാടും അതേപോലെ ഒരു വ്യഗ്രതയും ഇതിനകത്തുണ്ടാകണം. വലിയ ജാഗ്രതയുള്ളവനായിരിക്കണം. തന്റെ ജീവിതം ഈ ലോകം കൊണ്ട് നശിപ്പിച്ചു കളയുവാനുള്ളതല്ല, തനിക്ക് ഈ ലോകത്തു നിന്നും ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതം വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. തനിക്കെതിരെ വരുന്ന മാലിന്യങ്ങൾ പിടിപെടാതെ വണ്ണം ജീവിച്ച് വിട്ടകന്നു നിന്ന് തന്നെ സൂക്ഷിച്ച് ഒരു ജീവിതത്തിന് ഉടമയായി തീരുകയാ ഇതിനുള്ള അവകാശം നേടുന്ന വ്യക്തിത്വങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിനകത്ത് ചതിക്കപ്പെടുന്ന തലങ്ങളുമുണ്ട്. ലക്ഷ്യമില്ലാത്ത സുവിശേഷത്തെ കുറിച്ച് ലോകമെമ്പാടും അറിയിക്കപ്പെടുന്നുണ്ട്. അതും ഒരു സുവിശേഷം എന്ന പ്രചാരം വരുന്നുണ്ട്. പക്ഷെ ബൈബിൾ അതിനെ വിശേഷിപ്പിക്കുന്നത് അത് മറ്റൊരു സുവിശേഷം എന്നാണ്. പൗലോസ് പറയുന്നത് മറ്റൊരു സുവിശേഷം, അത് മറ്റൊരു ക്രിസ്തു എന്ന. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ സുവിശേഷം അറിയിച്ച് കടന്നു പോകുന്നതും സുവിശേഷത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം അറിയിക്കുന്നത് തിരുവചന പ്രകാരമാണ്. യേശുക്രിസ്തുവിന്റെ ഉപദേശമാണ് ഈ സത്യ സുവിശേഷം. അതുകൊണ്ട് വചനപ്രകാരമുള്ള സത്യം ജനത്തെ അറിയിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു വ്യഗ്രത ഈ സുവിശേഷത്തിനകത്തുണ്ട്. ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടെ ഏക ആത്മാവിനാൽ പിതാവിന്റെ അരികിലേക്ക് പ്രവേശനം ലഭിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിന്റെ ലക്ഷ്യത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുകയും തുടർന്ന് നമ്മുടെ ജീവിതം അതിനുവേണ്ടി ദൈവാശ്രയത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം
നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ പരിശ്രമം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ സമയത്ത് ഈ പ്രദേശത്ത് വന്ന് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതിന്റെ കാരണം എന്തെന്നാൽ, ഈ അന്ത്യകാലമായിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് ഈ ദൈവ കുടുംബത്തിൽ എത്തിച്ചേരാനിടയായി തീരണം. നമ്മുടെ മരണത്തോടുകൂടെ ഈ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്നുവെങ്കിൽ പോലും വീണ്ടും നമുക്ക് ദൈവരാജ്യത്തിനകത്തൊരു ജീവിതമുണ്ട്. നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിനാണ് സുവിശേഷം. സുവിശേഷമില്ലാതെ, സുവിശേഷം കേൾക്കാതെ മരണത്തിന് ശേഷം മറ്റൊരു രാജ്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അത് പൈശാചിക രാജ്യമാണ്. അവിടുത്തെ ജീവിതം സുഖകരമല്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നു. കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് നമ്മെ സ്നേഹിച്ചു എന്ന തിരുവചന പ്രകാരം നമ്മെ സ്നേഹിക്കുകയും നമ്മെ കുറിച്ച് വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവ് സ്വർഗത്തിൽ നിന്ന് നമ്മെ നോക്കുകയാ. നീ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് എന്നോടുകൂടെ ജീവിക്കാൻ വരുമെന്ന് വളരെ ആഗ്രഹത്തോടെ നമ്മെ കാത്തിരിക്കുന്ന ആ പിതാവിന്റെ അരികിൽ എത്തിച്ചേരണം. അതാണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. കൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ ദേശത്തിന് ജീവനായി തീരുവാൻ ഈ സുവിശേഷം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എല്ലാവരും നിത്യസന്തോഷത്തിന്റെ അനുഭവത്തിൽ ദൈവ പിതാവിനോടുകൂടെ, ഏകസത്യ ദൈവമായ പിതാവിനോടുകൂടെ ജീവിപ്പാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടെ നിത്യജീവൻ കണ്ടെത്തുവാനും തുടർന്ന് ദൈവ കുടുംബത്തിൽ ഒരു അംഗമായി തീരുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ഈ ദൈവ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുകയും തുടർന്ന് ഈ ദൈവത്തിന്റെ രാജ്യത്തിൽ വരുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും തുടർന്ന് ദൈവിക ചിന്തകളിൽ ജീവിപ്പാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ വരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട്, പ്രിയ പിതാവേ, ഈ ദേശത്തെ അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ നിലകളിലും ദൈവത്തിന്റെ കരം ഈ പ്രിയപ്പെട്ടവരോടുകൂടെ ഇരിക്കണം. അങ്ങ് ജനത്തെ ആശീർവദിക്കണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് കഴിയാത്തതൊന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് എല്ലാം സാധ്യമെന്ന തിരുവചന പ്രകാരം അങ്ങ് ഈ ജനത്തെ ഉദ്ധരിക്കണമേ, അങ്ങ് ഈ ജനത്തെ പരിരക്ഷിക്കണമേ എന്നെല്ലാം അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ. പ്രൈസ് ദി ലോർഡ്.